ഹായ് ഡിയേഴ്സ്, ഞാൻ വീണ്ടും ഒരു പുതിയ സ്റ്റോറിയുമായി എത്തിക്കേട്ടോ. അപ്പോൾ വെൽക്കം ടു രതി 2.0. ഇന്നത്തെ സ്റ്റോറിയിൽ മനുവിന് അവൻ്റെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ലീല ചേച്ചിയോട് തോന്നുന്ന ഇഷ്ടവും പിന്നീട് അവരെ അവൻ്റെ സ്വന്തമാക്കിയതുമാണ്. അപ്പോൾ സ്റ്റോറി കേൾക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിലേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. എങ്കിൽ നേരം കളയണ്ട. മഴ ചാറി തുടങ്ങിയിരുന്നു. സമയം സന്ധ്യയോടടുക്കുന്നു. പതിവ് പോലെ ജനലിന്റെ അരികിലുള്ള കസേരയിൽ വന്നിരിക്കുകയായിരുന്നു മനു. 21 വയസ്സിന്റെ ചെറുപ്പവും ഒറ്റയ്ക്കുള്ള ജീവിതത്തിന്റെ മടുപ്പും അവനെ പലപ്പോഴും ഈ ജനാലയുടെ അരികിൽ എത്തിക്കാറുണ്ട്. അവന്റെ ലോകം ആ ജനാലയിലൂടെ കാണുന്ന കാഴ്ചകളായിരുന്നു. പ്രത്യേകിച്ചും എതിർവശത്തെ വീട്ടിലെ കാഴ്ചകൾ. ആ വീടിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ജോയി ചേട്ടന്റെയും ഭാര്യ ലീല ചേച്ചിയുടെ വീട്. ജോയി ചേട്ടന് വയസ്സ് 55 കഴിഞ്ഞിട്ടുണ്ടാകും. എപ്പോഴും എന്തൊക്കെയോ അസുഖങ്ങളുടെയും ക്ഷീണത്തിന്റെയും തടവറയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. എന്നാൽ ലീല ചേച്ചി, മനുവിന്റെ കണ്ണുകൾ എപ്പോഴും തേടുന്നത് ആ രൂപത്തെയായിരുന്നു. 45 വയസ്സുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം. ഈ പ്രായത്തിലും എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയധികം സൗന്ദര്യം നിലനിർത്താൻ കഴിയുന്നത്? മനു പലപ്പോഴും സ്വയം ചിന്തിച്ചിട്ടുണ്ട്. വെളുത്തു തൊടുത്ത ശരീരം, ആവശ്യത്തിന് തടിയുള്ള ഒതുക്കമുള്ള രൂപം. സാരി ഉടുത്ത് കാണാനായിരുന്നു അവനേറെ ഇഷ്ടം. വയറിന് താഴേക്ക് ഞൊറികളിട്ട് മുന്താണി ഒരു വശത്തേക്ക് ഒതുക്കിയിട്ടിരിക്കുന്നു. ഇന്നും പതിവ് തെറ്റിയില്ല. മഴ ചെറുതായി നനഞ്ഞ മുറ്റത്ത് നിന്ന് തുണികൾ എടുക്കുകയായിരുന്നു ലീല ചേച്ചി. ഒരു കടും നീല നിറത്തിലുള്ള നൈറ്റിയായിരുന്നു വേഷം. മുടി പിന്നോട്ട് വലിച്ചു കെട്ടിയിരുന്നു. നനഞ്ഞ ചില മുടികൾ മുഖത്തേക്കും കഴുത്തിലേക്കും വീണ് കിടക്കുന്നു. അവൻ ശ്വാസം അടക്കി പിടിച്ച് ആ കാഴ്ച കണ്ടിരുന്നതേയുള്ളൂ. പെട്ടെന്നാണ് ലീല ചേച്ചി തല ഉയർത്തി നോക്കിയത്. കൃത്യം അവന്റെ ജനലിന് നേരെ. ഒരു നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിൽ ഇണഞ്ഞു. മനു പെട്ടെന്ന് പതറിപ്പോയി. അവൻ വേഗം ജനലിൽ നിന്ന് പിന്നോട്ട് വലിയാൻ ശ്രമിച്ചു. പക്ഷേ ലീല ചേച്ചിയുടെ മുഖത്ത് ദേഷ്യമോ വെറുപ്പോ ഒന്നുമല്ലായിരുന്നു. നേരെ ഒരു പുഞ്ചിരിയായിരുന്നു. തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നറിഞ്ഞതിലുള്ള ഒരു കള്ളച്ചിരി. അവർ ഒന്നും സംഭവിക്കാത്തതുപോലെ തുണികളും എടുത്ത് അകത്തേക്ക് കയറിപ്പോയി. പക്ഷെ ആ നോട്ടവും ചിരിയും മനുവിന്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു. അതൊരു സമ്മതമായിരുന്നോ, അതോ വെറും ഒരു തോന്നലായിരുന്നോ? അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ലീല ചേച്ചിയുടെ രൂപം അവന്റെ മനസ്സിൽ നിന്ന് മായുന്നുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അടുക്കളയിലെ ലൈറ്റ് തെളിഞ്ഞു. ജനലിലൂടെ അവരെ വീണ്ടും കാണാമായിരുന്നു. ലൈറ്റ് മാറ്റി ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള മാക്സി ധരിച്ചിരുന്നു. മുടി അഴിച്ചിട്ട് തോർത്തുകൊണ്ട് തോർത്തുന്നു. അടുക്കളയിൽ നിന്ന് വരുന്ന വെളിച്ചത്തിൽ അവരുടെ നിഴൽ ഭിത്തിയിൽ വലുതായി കാണപ്പെട്ടു. മനു വീണ്ടും ജനലിന്റെ അരികിലേക്ക് വന്നു. അവരെ തന്നെ നോക്കി നിന്നു. ഇത്തവണ അവർ അവനെ ശ്രദ്ധിച്ചില്ല. അടുക്കളയിലെ ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജോയി ചേട്ടന്റെ ചുമ കേട്ടത്. അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ആ വീട്ടിൽ ലീല ചേച്ചി തനിച്ചല്ല, അവരുടെ ഭർത്താവുമുണ്ട്. പക്ഷെ ആ മനുഷ്യന്റെ സാന്നിധ്യം മനുവിന്റെ ചിന്തകളെ തടയിടാൻ മാത്രം ശക്തമായിരുന്നില്ല. അവന്റെ മനസ്സ് നിറയെ ലീല ചേച്ചി മാത്രമായിരുന്നു. എങ്ങനെയും അവരോടൊന്ന് സംസാരിക്കണം, ഒന്ന് അടുത്തിടപഴകണം. അതിനൊരു അവസരം ഒത്തുവരുമോ? അവൻ വല്ലാതെ ആഗ്രഹിച്ചു. മഴ ശക്തിപ്പെട്ടു. പുറത്തിരുട്ട് വീണു. പക്ഷേ മനുവിന്റെ മനസ്സിൽ ലീല ചേച്ചി തെളിയിച്ച പ്രകാശത്തിന് ഒരു മങ്ങലും ഉണ്ടായിരുന്നില്ല. അതൊരു തുടക്കമായിരുന്നു. മോഹങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഒരു പുതിയ തുടക്കം. മഴയുടെ ശബ്ദം മാത്രമായിരുന്നു മുറിയിൽ. ജനലിലൂടെ ലീല ചേച്ചിയുടെ അടുക്കളയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ സമയം പോകുന്നത് മനു അറിഞ്ഞതേയില്ല. അവരുടെ ഓരോ ചലനവും അവൻ ഒപ്പിയെടുക്കുകയായിരുന്നു. പാചകത്തിനിടയിൽ അവർ നെറ്റിയിലേക്ക് വീണ മുടിയിഴകൾ ഒതുക്കി വെക്കുന്നതും അവന്റെ ചിന്തകൾ കാട് കയറിയിരുന്നു. ലീല ചേച്ചിയുടെ ആ നോട്ടം, ആ ചിരി, അതവനെ വല്ലാതെ അലട്ടി. പെട്ടെന്നൊരു ശബ്ദത്തോടെ മുറിയിൽ വെളിച്ചമണിഞ്ഞു. കറണ്ട് പോയി. പുറത്തും കുരാക്കുരിട്ട്. മഴയുടെ ശബ്ദത്തിന് ശക്തി കൂടിയതുപോലെ തോന്നി. മനു ഒരു നിമിഷം സ്തബ്ധനായി നിന്നു. പിന്നെ അവന്റെ കണ്ണുകൾ എതിർവശത്തെ വീട്ടിലേക്ക് പാഞ്ഞു. അവിടെയും ഇരുട്ടാണ്. അവരുടെ വീട്ടിലും കറണ്ട് പോയിരിക്കുന്നു. അവന്റെ ഹൃദയമിടിപ്പ് കൂടി. ഇതൊരവസരമാണ്. അവൾക്കൊരു സഹായം വേണോ എന്നറിയാം. അല്ലെങ്കിൽ വെറുതെ ഒന്ന് സംസാരിക്കാം. ജോയി ചേട്ടൻ കൂടെ ഉണ്ടെന്നുള്ളത് ഒരു പ്രശ്നമാണ്. പക്ഷെ ഈ ഒരു അവസരം പാഴാക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. അവൻ വേഗം ഷർട്ട് എടുത്ത് ധരിച്ചു. മുറിയിൽ തപ്പിത്തെറിഞ്ഞ് മൊബൈൽ ഫോൺ കയ്യിലെടുത്തു. അതിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് എന്തു പറഞ്ഞാണ് അങ്ങോട്ട് ചെല്ലുക? കറണ്ട് പോയതുകൊണ്ട് പേടിച്ചു എന്നറിയാൻ വന്നാണെന്ന് പറഞ്ഞാൽ അത് പരിഹാസ്യമാകും. മെഴുകുതിരി ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ് നല്ലത്. അതൊരു നല്ല കാരണമാണ്.
അവൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. മഴച്ചാറ്റൽ അവന്റെ മുഖത്തേക്കടിച്ചു. ചെരുപ്പിടാതെ നനഞ്ഞ സിമന്റ് തറയിലൂടെ അവൻ വേഗം അവരുടെ ഗേറ്റിനടുത്തേക്ക് നടന്നു. ഗേറ്റ് ചാരിയിട്ടേ ഉള്ളൂ. അവൻ പതുക്കെ അത് തുറന്ന് അകത്തേക്ക് കടന്നു. മൊബൈലിന്റെ വെളിച്ചം മുറ്റത്ത് നനഞ്ഞ മണ്ണിൽ പരന്നൊഴുകി. അവന്റെ ഹൃദയം പടപടാ ഇടിച്ചു. എന്തു പറയണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും ഒരു നിശ്ചയവുമില്ലായിരുന്നു. അവൻ വാതിൽപ്പടിക്ക് മുന്നിലെത്തി. വാതിൽ ചെറുതായി തുറന്നു കിടന്നിരുന്നു. അകത്ത് കൂരിരുട്ട്. അകത്തു നിന്ന് നേരിയ സംസാരം കേൾക്കാം. അത് ജോയി ചേട്ടന്റെ ശബ്ദമാണ്. ഈ കറണ്ടിനൊന്നും ഒരു നേരവും കാലവും ഇല്ല. എവിടെ നിന്റെ മെഴുകുതിരി? ശബ്ദത്തിൽ ദേഷ്യവും ക്ഷീണവും കലർന്നിരുന്നു. ഞാൻ നോക്കുക ജോയി ചേട്ടാ, ഇവിടെ എവിടെയോ വെച്ചതാ. ഈ ഇരുട്ടത്തൊന്നും കാണുന്നില്ല. അത് ലീല ചേച്ചിയുടെ ശബ്ദമായിരുന്നു. പരിഭ്രമം നിറഞ്ഞ എന്നാൽ ശാന്തമായ ശബ്ദം. ഇതാണ് ശരിയായ സമയം. മനു ധൈര്യം സംഭരിച്ച് പുറത്തു നിന്ന് വിളിച്ചു. അവന്റെ ശബ്ദം ചെറുതായി വിറച്ചിരുന്നു. ലീല ചേച്ചി. അകത്തെ സംസാരം പെട്ടെന്ന് നിന്നു. ഒരു നിമിഷത്തെ നിശബ്ദത. പിന്നെ ഇരുട്ടിൽ നിന്നൊരു രൂപം വാതിലിനടുത്തേക്ക് നീങ്ങുന്നത് അവൻ കണ്ടു. ലീല ചേച്ചിയായിരുന്നു അത്. അവരുടെ കയ്യിൽ ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരയുന്നതിന്റെ ശബ്ദം കേട്ടു. പിന്നാലെ നേരിയ വെളിച്ചം പരന്നു. ആ വെളിച്ചത്തിൽ അവരുടെ മുഖം തെളിഞ്ഞു. ആരാ? മനുവോ? അവരുടെ കണ്ണുകളിൽ അത്ഭുതം. നീ എന്താ ഈ നേരത്ത്, ഈ മഴയത്ത്? തീപ്പെട്ടിക്കൊള്ളിയുടെ അരണ്ട വെളിച്ചത്തിൽ അവരുടെ മുഖം വല്ലാത്തൊരു ഭംഗിയുള്ളതായി അവന് തോന്നി. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിരുന്നു. അവൻ ഒരുവിധം വാക്കുകൾ അടുക്കി വെച്ചു. ചേച്ചി, ഇവിടെ കറണ്ട് ഇല്ല. വീട്ടിൽ മെഴുകുതിരിയാണെങ്കിൽ തീർന്നു പോയി. ഇവിടെ ഒരെണ്ണം കിട്ടുമോ എന്ന് ചോദിക്കാൻ വന്നതാ. അവൻ പറഞ്ഞു നിർത്തി. അതൊരു നല്ല കാരണമാണെന്ന് അവന് തോന്നി. അവന്റെ മറുപടി കേട്ട് ലീല ചേച്ചിയുടെ മുഖത്ത് വീണ്ടും ഒരു കള്ളച്ചിരി വിരിഞ്ഞോ എന്നവന് സംശയം തോന്നി. അയ്യോ, ഞാനും അത് തപ്പുകയായിരുന്നു മോനെ. ഭാഗ്യത്തിന് ഒരെണ്ണം കയ്യിൽ കിട്ടി. അവർ കയ്യിലിരുന്ന് മെഴുകുതിരി കത്തിച്ചു വെച്ചു. മുറിയിൽ മഞ്ഞ വെളിച്ചം പരന്നു. നീ അകത്തേക്ക് വാ. അവനൊന്നും മറുപടി പറയാൻ കഴിഞ്ഞില്ല. ചെരുപ്പില്ലാത്ത കാലിലെ ചെളി പുറത്ത് തട്ടിക്കളഞ്ഞ് അവൻ അകത്തേക്ക് കയറി. മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അവൻ ആ വീടിന്റെ ഉൾവശം ആദ്യമായി കാണുകയായിരുന്നു. വൃത്തിയായി സൂക്ഷിച്ച ഒരു ചെറിയ സ്വീകരണ മുറി. ഒരു കോണിലുള്ള ചാരുകസേരയിൽ ജോയിച്ചേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു നിഴൽ രൂപം പോലെ. ലീല ചേച്ചി മെഴുകുതിരി ഒരു ചെറിയ ടീപ്പോയിൽ വെച്ച് ആ വെളിച്ചത്തിൽ അവരുടെ മഞ്ഞ മാക്സി കൂടുതൽ തിളങ്ങുന്നതായി അവന് തോന്നി. നനഞ്ഞ മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ തോളിലേക്ക് ഇറ്റിട്ട് വീഴുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്നു, ജോയിച്ചേട്ടൻ അവനോട് പറഞ്ഞു. ശബ്ദം വളരെ നേർത്തിരുന്നു. മനു ഒരു കസേരയിലേക്കിരുന്നു. അവന്റെ കണ്ണുകൾ അപ്പോഴും ലീല ചേച്ചിയിലായിരുന്നു. അവർ ടീപ്പോയുടെ അരികിൽ തന്നെ നിൽക്കുകയാണ്. മെഴുകുതിരിയുടെ നാളം അവരുടെ മുഖത്ത് നിഴലുകൾ വീഴ്ത്തി. മോൻ തനിച്ചല്ലേ താമസം? പേടിയുണ്ടോ ഇരുട്ടത്ത്? ലീല ചേച്ചി ഒരു പ്രത്യേക ഈണത്തിൽ ചോദിച്ചു. ആ ചോദ്യത്തിൽ വാത്സല്യമായിരുന്നോ അതോ പരിഹാസമായിരുന്നോ എന്ന് അവന് തിരിച്ചറിയാനായില്ല. ഏയ്, പേടിയൊന്നുമില്ല ചേച്ചി. വെറുതെ വെളിച്ചമില്ലാതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി അവൻ പറഞ്ഞു. അവർ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് സാവധാനം അവന്റെ അടുത്തേക്ക് വന്നു നിന്നു. അവരുടെ ശരീരത്തിൽ നിന്നും നേർത്തൊരു സോപ്പിന്റെയും വിയർപ്പിന്റെയും ഗന്ധം അവൻ അനുഭവപ്പെട്ടു. അതവന്റെ സിരകളെ ചൂട് പിടിപ്പിച്ചു. മഴയത്ത് നനഞ്ഞോ? അവന്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് അവർ ചോദിച്ചു. ഷർട്ടിൽ പറ്റിപ്പിടിച്ച മഴത്തുള്ളികളിലേക്ക് അവരുടെ കണ്ണുകൾ നീണ്ടു. ചെറുതായിട്ട് അവൻ തല കുനിച്ചു. ആ മെഴുകുതിരി എടുത്തോ, ഇവിടെ വേറെയുണ്ട്. ഞാൻ പിന്നെ തപ്പിയെടുത്തോളാം, അവർ പറഞ്ഞു. അയ്യോ വേണ്ട ചേച്ചി, കറണ്ട് വരുമ്പോൾ ഞാൻ തിരിച്ചു തരാം. അവന്റെ മറുപടി കേട്ട് അവർ വീണ്ടും ചിരിച്ചു. ഇത്തവണ ശബ്ദം പുറത്തു വന്നിരുന്നു, നേർത്തൊരു ചിരി. ഇതൊന്നും തിരിച്ചു തരണ്ട മോനെ, ഒരു മെഴുകുതിരിയല്ലേ. അവരുടെ സാമീപ്യം അവനെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഹൃദയമിടിപ്പ് അവർ കേൾക്കുമോ എന്ന് പോലും അവൻ ഭയന്നു. അപ്പോഴാണ് ജോയിച്ചേട്ടൻ വീണ്ടും ചുമച്ചത്. അതോടെ ലീല ചേച്ചി പതുക്കെ ഭർത്താവിന്റെ അടുത്തേക്ക് നീങ്ങി. വെള്ളം വേണോ? അവർ ചോദിച്ചു. ആ തടസ്സം വന്നതിൽ മനുവിന് ഒരേ സമയം ആശ്വാസവും നിരാശയും തോന്നി. അവൻ എഴുന്നേറ്റു. എന്നാൽ ഞാൻ ഇറങ്ങുവോ ചേച്ചി? ഇത്ര പെട്ടെന്നോ? കറണ്ട് വരട്ടെ, എന്നിട്ട് പോകാം, അവർ ജോയിച്ചേട്ടന് വെള്ളം കൊടുക്കുന്നതിനിടയിൽ പറഞ്ഞു. ആ വാക്കുകൾ അവനൊരു പ്രതീക്ഷ നൽകി. അവന്റെ മനസ്സിൽ 1000 ലഡു ഒരുമിച്ച് പൊട്ടി. അവൾ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്, എന്റെ സാമീപ്യം, അവൻ ചിന്തിച്ചു. കറണ്ട് വരാൻ സമയമെടുക്കും. ഈ മഴയത്ത് അവർ വേഗം ശരിയാക്കുമെന്ന് തോന്നുന്നില്ല. മോനാ ചായ കുടിക്ക്, ലീല ചേച്ചി പറഞ്ഞു. അവരുടെ ശബ്ദത്തിൽ ഒരു പ്രത്യേക താളമുണ്ടായിരുന്നു. മനു എതിരൊന്നും പറഞ്ഞില്ല. അവൻ വീണ്ടും കസേരയിലേക്കിരുന്നു. ലീല ചേച്ചി മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അടുക്കളയിലേക്ക് നടന്നുപോയി. മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ മഞ്ഞ മാക്സി ധരിച്ച ആ രൂപം ഒരു നിഴൽ ചിത്രം പോലെ ഭിത്തിയിൽ പതിഞ്ഞു. അവൻ ആ കാഴ്ച നോക്കിയിരുന്നു. അകത്ത് പാത്രങ്ങൾ തട്ടുന്നതിന്റെയും മുട്ടുന്നതിന്റെയും നേരിയ ശബ്ദം കേൾക്കാം. ചാരുകസേരയിൽ ജോയിച്ചേട്ടൻ കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ മയങ്ങുകയാവാം. ഈ നിശബ്ദത മനുവിന് കൂടുതൽ ധൈര്യം നൽകി.
കുറച്ചു സമയത്തിന് ശേഷം കയ്യിലൊരു ട്രേയുമായി ലീല ചേച്ചി തിരിച്ചു വന്ന് 2 സ്റ്റീൽ ഗ്ലാസുകളിൽ ആവി പറക്കുന്ന ചായ ഒന്നവർ ജോയിച്ചേട്ടന്റെ അരികിലുള്ള ചെറിയ മേശയിൽ വെച്ച് മറ്റേത് മനുവിന് നേരെ നീട്ടി. ചായ. അവൻ ഗ്ലാസ് വാങ്ങുമ്പോൾ അവളുടെ വിരലുകൾ അവന്റെ വിരലുകളിൽ ചെറുതായി സ്പർശിച്ചു. ഒരു നിമിഷത്തേക്ക് മാത്രം. പക്ഷേ ആ സ്പർശനത്തിനൊരു തീപ്പൊരിയുടെ ശക്തി ഉണ്ടായിരുന്നു. മനു പെട്ടെന്ന് കൈ പിൻവലിച്ചു. ലീല ചേച്ചിയുടെ മുഖത്ത് ഭാവവ്യത്യാസം ഒന്നുമില്ല. അവർ മെഴുകുതിരിക്ക് സമീപം വന്നിരുന്നു. ഈ ഇരിപ്പ് അവരെ കൂടുതൽ അടുത്താക്കി. മെഴുകുതിരി വെളിച്ചം അവരുടെ മുഖത്തും കഴുത്തിലും എല്ലാം തട്ടി പ്രതിഫലിച്ചു. മഞ്ഞ മാക്സി കാലുകളോട് ഒട്ടിച്ചേർന്നിരുന്നു. ഇളം ചൂടുള്ള ചായ ഊതി കുടിക്കുന്നതിനിടയിൽ മനു അവരെ ഒളികണ്ണിട്ട് നോക്കി. വെളുത്ത കൊലുസിട്ട അവരുടെ പാദങ്ങൾ മെഴുകുതിരി വെട്ടത്തിൽ തിളങ്ങി. അവൻ പതിയെ കണ്ണുകൾ മുകളിലേക്ക് പായിച്ചു. ചായക്ക് മധുരം പാകമാണോ മോനെ? പെട്ടെന്നുള്ള ചോദ്യം കേട്ട് മനു ഞെട്ടി. അവൻ വേഗം നോട്ടം മാറ്റി. അവരുടെ മുഖത്തേക്ക് നോക്കി. അവർ അവനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ആ കണ്ണുകളിൽ ഒരു കുസൃതി ഒളിപ്പിച്ചു വെച്ചതുപോലെ. ആ, പാകമാണ് ചേച്ചി, നല്ല ചായ, അവൻ ഒരുവിധം പറഞ്ഞു. അവർ ചിരിച്ചു. ജോയി ചേട്ടന് മധുരം കുറവാ, അതുകൊണ്ട് എപ്പോഴും ഒരു സംശയമാ മറ്റുള്ളവർക്ക് പാകമാകോ എന്ന്. അവർ ഭർത്താവിനെ ഒന്ന് നോക്കി. അദ്ദേഹം അപ്പോഴും മയക്കത്തിലായിരുന്നു. മോൻ ഇവിടെ തനിച്ചായിട്ട് എത്ര നാളായി? അവർ സംഭാഷണം തുടർന്ന്. ഒരു 6 മാസമായി ചേച്ചി. ഇവിടെ അടുത്തൊരു കോളേജിൽ കോഴ്സ് ചെയ്യുക. അപ്പോ വീട്ടിൽ വേറെ ആരുമില്ലേ? ഇല്ല, അച്ഛനും അമ്മയും നാട്ടിലാണ്. ഇവിടെ നിൽക്കുന്നതാ എനിക്ക് സൗകര്യം, അതുകൊണ്ടാ. അതെന്താ? അവരുടെ കണ്ണുകൾ വിടർന്നു. മനു ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ നിന്നു. ചേച്ചിയെ ജനലിലൂടെ കാണാമല്ലോ എന്ന് പറയാൻ അവന്റെ നാവ് ധരിച്ചു. പക്ഷെ അവൻ സ്വയം നിയന്ത്രിച്ചു. ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമാ, അവൻ ഒഴുക്കം മട്ടിൽ പറഞ്ഞു. നീല ചേച്ചി ഒന്നും മിണ്ടിയില്ല. അവർ ചായ ഊതി കുടിക്കുകയായിരുന്നു. മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അവരുടെ കഴുത്തിലെ നേർത്ത സ്വർണ്ണമാല തിളങ്ങി. അവനെ കാണാമായിരുന്നു. ഇളം ചൂടുള്ള ചായ കുടിച്ചിട്ടും അവന്റെ തൊണ്ട വരളുന്ന പോലെ തോന്നി. ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെയൊക്കെ കാര്യമാകും ബുദ്ധിമുട്ട്. ഹോട്ടലിൽ നിന്നാണോ എപ്പോഴും? അവർ വീണ്ടും ചോദിച്ചു. കൂടുതലും. ചിലപ്പോൾ സ്വയം എന്തെങ്കിലും ഉണ്ടാക്കും. ചെറുപ്പത്തിലെ ഇതൊക്കെ ശീലിക്കുന്നത് നല്ലതാ, അവർ പറഞ്ഞു നിർത്തി. എന്നിട്ട് അവനെ ഒന്ന് നോക്കി. എന്നാലും വല്ലപ്പോഴും ഒരു വീട്ടിലെ ഭക്ഷണത്തിന്റെ കൊതി വരില്ലേ? ആ ചോദ്യത്തിന്റെ അർത്ഥം അവന് മനസ്സിലായി. അതൊരു ക്ഷണമായിരുന്നോ? വരും ചേച്ചി, അമ്മ ഉണ്ടാക്കുന്ന മീൻകറിയൊക്കെ ഓർക്കുമ്പോൾ കൊതിയാകും, അവൻ നിഷ്കളങ്കമായി പറഞ്ഞു. ലീല ചേച്ചി അവന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. ഇവിടെ ഇടയ്ക്കൊക്കെ മീൻകറി വെക്കാറുണ്ട്. ജോയി ചേട്ടന് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും എനിക്ക് വേണ്ടി ഞാൻ വെക്കും. ഇനി വെക്കുമ്പോൾ ഞാൻ മോന് കുറച്ച് തരാം. അവന്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇതൊരു തുടക്കമാണ്. ഇനി ഈ വീട്ടിലേക്ക് വരാനും പോകാനുമുള്ള ഒരു കാരണം. അയ്യോ ചേച്ചി, ചേച്ചി ബുദ്ധിമുട്ടണ്ട, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എന്ത് ബുദ്ധിമുട്ട്? ആൾക്കാരല്ലേ നമ്മൾ, പരസ്പരം സഹായിക്കണം, അവർ പറഞ്ഞു. എന്നിട്ടൊന്ന് നിർത്തി. ഇനിയിപ്പോ മെഴുകുതിരി തീർന്നാലും ഇങ്ങോട്ട് പോന്നാൽ മതി, ഇവിടെ എവിടെയെങ്കിലും കാണുക വേറെ, കേട്ടോ? അവസാനത്തെ ആ വാചകം ഒരു ഇരട്ട അർത്ഥം ഉള്ളതുപോലെ അവന് തോന്നി. മെഴുകുതിരിയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ അവർ ഉദ്ദേശിച്ചത്? ചായ നന്നായിരുന്നു ചേച്ചി, അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവർ ഒന്ന് മൂളി. അവരുടെ കണ്ണുകൾ അവന്റെ മുഖത്തായിരുന്നു, എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ. പെട്ടെന്ന് പുറത്തൊരു ഇടിവെട്ടി. ലീല ചേച്ചി ചെറുതായി ഞെട്ടി. അറിയാതെ അവന്റെ കൈത്തണ്ടയിൽ പിടിച്ചു. ഒരു നിമിഷത്തേക്ക് മാത്രം. പക്ഷെ ആ നിമിഷം മനുവിന് യുഗങ്ങൾ പോലെ തോന്നി. ലീല ചേച്ചി പെട്ടെന്ന് തന്നെ കൈ പിൻവലിച്ചു. ഒരു ചെറിയ ചമ്മലോടെ അവർ മുഖം തിരിച്ചു. അയ്യോ, ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി, അവർ പറഞ്ഞു. ശബ്ദം ചെറുതായി ഇടറിയിരുന്നു. അവരുടെ മുഖത്ത് ജാള്യത കണ്ടപ്പോൾ മനുവിന് ധൈര്യം വീണ്ടും കിട്ടി. അവൻ ശാന്തനാകാൻ ശ്രമിച്ചു. ഇപ്പോൾ എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ ഒരുപക്ഷെ എല്ലാം നശിച്ചു പോകും, അവൻ സ്വയം പറഞ്ഞു. സാരമില്ല ചേച്ചി, ഇടിവെട്ടുമ്പോൾ ആരായാലും പേടിക്കും, അവൻ വളരെ സ്വാഭാവികമായി പറഞ്ഞു. പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു കടലിരമ്പുകയായിരുന്നു. അയ്യോ, സമയം ഒരുപാടായി, ഞാൻ ഇറങ്ങുവാ ചേച്ചി, അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ശബ്ദം വിചാരിച്ചതിലും ശാന്തമായി പുറത്തു വന്നതിൽ അവൻ ആശ്വാസം തോന്നി. ലീല ചേച്ചി അവനെ നോക്കി. അവരുടെ കണ്ണുകൾ നിരാശയുടെ ഒരു നേർത്ത നിഴൽ വീണ എന്നവന് തോന്നി. അതോ അത് വെറുതെ തോന്നൽ മാത്രമായിരുന്നോ? ഇത്ര പെട്ടെന്ന് പോണോ? കറണ്ട് വന്നില്ലല്ലോ, അവർ പറഞ്ഞു. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നത്ര നിർബന്ധം ആ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. സാരമില്ല ചേച്ചി, ഈ മെഴുകുതിരി ഉണ്ടല്ലോ, പിന്നെ അമ്മ നാളെ രാവിലെ വിളിക്കും. നേരത്തെ കിടന്നില്ലെങ്കിൽ എഴുന്നേൽക്കാൻ വൈകും. അവൻ എങ്ങനെയോ ഒരു കാരണം കണ്ടെത്തി. ലീല ചേച്ചി കൂടുതലൊന്നും പറഞ്ഞില്ല. അവർ എഴുന്നേറ്റ് ടീപ്പോയിൽ നിന്ന് അവൾക്ക് കിട്ടിയ മെഴുകുതിരി എടുത്ത് കത്തിച്ച് അവന്റെ നേരെ നീട്ടി. സൂക്ഷിച്ചു പോണേ, മുറ്റത്ത് നല്ല വഴുക്കലുണ്ട്. അവൻ മെഴുകുതിരി വാങ്ങി. ഇത്തവണയും അവരുടെ വിരലുകൾ തമ്മിൽ ചെറുതായി സ്പർശിച്ചു. പക്ഷെ രണ്ടുപേരും പെട്ടെന്ന് കൈകൾ പിൻവലിച്ചു.
ശരി ചേച്ചി, ഗുഡ് നൈറ്റ്. അവൻ വാതിലിനടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. ഗുഡ് നൈറ്റ് മോനെ. അവരുടെ ശബ്ദം നേർത്തിരുന്നു. ശരി മോനെ. അവർ അവനെ വാതിൽ വരെ അനുഗമിച്ചു. ഇനി തീപ്പെട്ടിയില്ലെങ്കിലും ചോദിച്ചു വരാൻ മടിക്കണ്ട കേട്ടോ. അവസാനത്തെ വാക്കുകൾക്ക് അവർ ഒരു പ്രത്യേക ഊന്നൽ നൽകി. ആ ഓക്കെ. തിരിഞ്ഞു നടക്കുമ്പോൾ മനു പറഞ്ഞു. അവൻ പുറത്തേക്കിറങ്ങി. മഴ അപ്പോഴും ചാറുന്നുണ്ടായിരുന്നു. മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ നനഞ്ഞ മണ്ണിലൂടെ അവൻ ശ്രദ്ധയോടെ നടന്നു. ഗേറ്റ് കടന്ന് സ്വന്തം വീട്ടിലേക്ക് കയറുന്നത് വരെ അവർ വാതുക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് അവൻ അറിയാമായിരുന്നു. അവൻ തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കിയാൽ ഒരുപക്ഷെ തിരിച്ചു പോകാൻ തോന്നും. വീടിന്റെ വാതിലടച്ച് കുറ്റിയിട്ട ശേഷം അവൻ ഭിത്തിയിൽ ചാരി നിന്നു. അവന്റെ നെഞ്ച് അതിവേഗം ഇടിക്കുന്നുണ്ടായിരുന്നു. കൈത്തണ്ടയിൽ ലീല ചേച്ചി പിടിച്ചെടുത്ത് അവൻ പതുക്കെ തലോടി. ആ സ്പർശനം അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവന്റെ മുറിയിലെ ജനലിലൂടെ അവൻ വീണ്ടും അവരുടെ വീട്ടിലേക്ക് നോക്കി. മെഴുകുതിരി വെളിച്ചം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് കാണാം. ഒരുപക്ഷെ അവർ വാതിലടച്ച് അകത്തേക്ക് പോവുകയാവാം. അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. പക്ഷെ അവസാനം പിന്മാറേണ്ടി വന്നു. അതൊരു തരം പിൻവാങ്ങലായിരുന്നു. യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടിയുള്ള തന്ത്രപരമായ മാറ്റം. അവൻ കട്ടിലിൽ ചെന്നിരുന്നു. ലീല ചേച്ചിയുടെ മുഖം, അവരുടെ ആ ചിരി, ആ സ്പർശനം എല്ലാം അവന്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. ചായയുടെ മധുരത്തേക്കാൾ ആ ഓർമ്മകൾക്കായിരുന്നു ലഹരി. അവൻ സ്വയം ചിന്തിച്ചു, ഇന്ന് രാത്രി ഉറങ്ങാൻ കഴിയില്ല. അവൾക്കും ഇതുപോലെ തന്നെ ആയിരിക്കുമോ? അവളും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകുമോ? ആ സ്പർശനം അവൾക്കും ഒരു ഷോക്കായിരുന്നോ? 1000 ചോദ്യങ്ങൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. അപ്പോഴാണ് മുറിയിലെ ബൾബ് മിന്നിത്തെളിഞ്ഞത്. കറണ്ട് വന്നു. പുറത്ത് മഴയുടെ ശക്തി കുറഞ്ഞിരുന്നു. പക്ഷെ മനുവിന്റെ ഉള്ളിൽ ഒരു പുതിയ കൊടുങ്കാറ്റ് ആരംഭിക്കുകയായിരുന്നു. ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും കൊടുങ്കാറ്റ്. ഇന്നത്തെ രാത്രി ഒരു തുടക്കം മാത്രമായിരുന്നു. ലീല ചേച്ചിയുമായുള്ള ബന്ധത്തിന്റെ യഥാർത്ഥ തുടക്കം. നാളെ എന്ത് സംഭവിക്കുമെന്ന ചിന്തയോടെ അവൻ കട്ടിലിലേക്ക് കിടന്നു. ജനലിലൂടെ അവരുടെ വീട്ടിലെ തെളിഞ്ഞ ലൈറ്റുകളിലേക്ക് നോക്കി അവൻ മയക്കത്തിലേക്ക് വഴുതി വീണു. രാത്രിയിൽ എപ്പോഴോ പെയ്തൊഴിഞ്ഞ മഴയുടെ കുളിര് അപ്പോഴും അന്തരീക്ഷത്തിൽ തങ്ങി നിന്നിരുന്നു. ജനൽ തുറന്നപ്പോൾ തണുത്ത കാറ്റ് മനുവിനെ തഴുകി. ഇന്നലെ രാത്രിയിലെ സംഭവങ്ങൾ ഒരു സ്വപ്നം പോലെ അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. ലീല ചേച്ചിയുടെ ആ നോട്ടം, സംസാരം, വിരലുകൾ തമ്മിൽ തട്ടിയപ്പോഴുണ്ടായ ഒരു ചെറിയ കുളിര്, എല്ലാത്തിനും ഉപരി പോരാ നേരം പറഞ്ഞ ആ വാക്കുകൾ. ഇനി തീപ്പെട്ടിയില്ലെങ്കിലും ചോദിച്ചു വരാൻ മടിക്കണ്ട കേട്ടോ. സൂര്യരശ്മി നനഞ്ഞ ഇലകളിൽ തട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ എതിർവശത്തെ വീടിന്റെ മുൻവാതിൽ തുറന്നു. ലീലച്ചേച്ചി പുറത്തേക്ക് വന്നു. ഒരു ഇളം നീല നിറത്തിലുള്ള കോട്ടൺ സാരിയായിരുന്നു വേഷം. തലേന്ന് രാത്രിയിലെ മാക്സിയുടെ രൂപമായിരുന്നില്ല അവരിപ്പോൾ. സാരിയിൽ അവർക്ക് കൂടുതൽ പ്രൗഢിയും അതേസമയം കൊതിപ്പിക്കുന്നവളുമായി കാണപ്പെട്ടു. നനഞ്ഞ മുടി ഒരു തോർത്തുപയോഗിച്ച് വലിച്ചു കെട്ടിവെച്ചിരുന്നു. മുഖത്ത് രാവിലത്തെ കുളിയുടെ ഭംഗി നിറഞ്ഞു നിന്നു. അവരുടെ കയ്യിൽ ഒരു ചൂലുണ്ടായിരുന്നു. ഓരോ ചലനത്തിലും ഭംഗി എടുത്തു കാണിച്ചു. മുറ്റമടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതിനിടയിൽ അവർ പെട്ടെന്ന് തലയുയർത്തി നേരെ അവന്റെ ജനലിലേക്ക്. ഇന്നലെ രാത്രിയിലെ മെഴുകുതിരി വെളിച്ചത്തിലെ നോട്ടമായിരുന്നില്ല അത്. ഈ പുലർ വെളിച്ചത്തിൽ അവരുടെ കണ്ണുകൾക്ക് കൂടുതൽ തിളക്കമുണ്ടായിരുന്നു. തന്നെ നോക്കിയിരിക്കുന്ന മനുവിനെ കണ്ടപ്പോൾ അവരുടെ മുഖത്തൊരു കള്ളച്ചിരി വിടർന്നു. ഇത്തവണ മനു പതറിയില്ല. അവൻ ആ പുഞ്ചിരിക്ക് അതേപോലെ ഒരു പുഞ്ചിരി തിരികെ നൽകി. അവർ ചുറ്റും ഒന്ന് നോക്കി. മറ്റാരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. എന്നിട്ട് ചൂല് താഴെ വെച്ച് സാരിയുടെ മുന്താണി ഒന്നുകൂടി ഇടുപ്പിൽ കുത്തി. അവനടുത്തേക്ക് കേൾക്കാൻ പാകത്തിൽ അല്പം ഉറക്കം ചോദിച്ചു. എന്താ മോനെ, ഇന്നലെ രാത്രി ഉറക്കമൊക്കെ ശരിയായോ? ആ ചോദ്യത്തിന്റെ അർത്ഥം അവന് മനസ്സിലായി. രാത്രി എന്നെക്കുറിച്ചാണോ ഓർത്ത് കിടന്നത് എന്ന് ചോദിക്കാതെ ചോദിക്കുകയായിരുന്നു അവർ. അവന്റെ കവിളുകൾ ചെറുതായി ചുവന്ന്. ആ ശരിയായി ചേച്ചി, അവൻ പറഞ്ഞു. ചായയൊക്കെ കുടിച്ചോ? അതോ ഇന്നും തീപ്പെട്ടി തപ്പി നടക്കുകയാണോ? കുസൃതി നിറഞ്ഞ ഒരു ചിരിയോടെ അവർ വീണ്ടും ചോദിച്ചു. ആ കളിയാക്കൽ അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. തങ്ങൾക്കിടയിലെ അകലം കുറയുന്നതിന്റെ സൂചനയായിരുന്നു അത്. അവനും അല്പം ധൈര്യം സംഭരിച്ചു. ചായ കുടിച്ചു, പക്ഷെ ഇന്നലെ രാത്രി ചേച്ചി തന്ന ആ ചായയുടെ രുചി കിട്ടിയില്ല കേട്ടോ. അവന്റെ മറുപടി കേട്ട് അവർ ഒരു നിമിഷം നിശബ്ദയായി. പിന്നെ മുഖം നിറയെ സന്തോഷം വിടർന്നു. ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പിക്കാൻ അവർ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. ജോയിച്ചേട്ടൻ പത്രം വായിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് വരുന്നത് കണ്ട് അവർ പെട്ടെന്ന് സംസാരത്തിന്റെ ഗൗരവം മാറ്റി. ആണോ? എന്നാൽ വൈകുന്നേരം ഇങ്ങോട്ട് വാ, ഞാൻ നല്ലൊരു ചായ ഇട്ടു തരാം. തികച്ചും സാധാരണമായൊരു അയൽപക്ക സംഭാഷണം പോലെ അവർ പറഞ്ഞു. പക്ഷെ ആ വാക്കുകൾക്കിടയിൽ ഒരു ക്ഷണം ഒളിപ്പിച്ചു വെച്ചതുപോലെ മനുവിന് തോന്നി. ജോയിച്ചേട്ടൻ അവളെ എന്തിനോ വിളിച്ചു. ദാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീടിനകത്തേക്ക് കയറിപ്പോയി. പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം കൂടി അവനെ തിരിഞ്ഞു നോക്കാൻ അവർ മറന്നില്ല. ആ നോട്ടത്തിൽ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. വൈകുന്നേരത്തേക്കുള്ള
ഒരു കാത്തിരിപ്പിന്റെ വാഗ്ദാനം. മനു കസേരയിൽ പിന്നോട്ട് ചാരിയിരുന്നു. അവന്റെ ഹൃദയം സന്തോഷം കൊണ്ട് പടപടാ ഇടിച്ചു. ഇന്നലെ രാത്രി അതൊരു യാദൃശ്ചിക സംഭവമായിരുന്നു. എന്നാൽ ഇന്ന് അതൊരു ക്ഷണമായി മാറിയിരിക്കുന്നു. വൈകുന്നേരമാകാൻ ഇനിയും എത്ര മണിക്കൂറുകൾ ഉണ്ടെന്ന് അവൻ വെറുതെ കണക്കുകൂട്ടി. ഓരോ നിമിഷത്തിനും യുഗങ്ങളുടെ ദൈർഘ്യമുള്ളതുപോലെ അവന് തോന്നി. ലീല ചേച്ചി ഒരുക്കുന്ന ചായ, അവരുടെ സംസാരം, അവരുടെ സാമീപ്യം അവന്റെ ചിന്തകൾ കാട് കയറാൻ തുടങ്ങിയിരുന്നു. രാവിലത്തെ ആ കൂടിക്കാഴ്ചയുടെ ലഹരിയിൽ മനുവിന് സമയം പോകുന്നത് പോലെ തോന്നിയില്ല. പക്ഷേ ഉച്ചയായതോടെ കാത്തിരിപ്പിന്റെ മുഷിപ്പ് അവനെ പിടികൂടി. ഓരോ മിനിറ്റും മണിക്കൂറുകളായി എഴിഞ്ഞു നീങ്ങുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കി ലീല ചേച്ചിയുടെ വീട് നിശബ്ദമാണ്. ഉച്ചമയക്കത്തിന്റെ ആലസ്യത്തിലായിരിക്കാം ആ വീട്. അവന്റെ മുറിയിൽ ഫാൻ കറങ്ങുന്ന ശബ്ദം മാത്രം. ഈ നിശബ്ദത അവനെ കൂടുതൽ അസ്വസ്ഥനാക്കി. ഇങ്ങനെ ഇരുന്നാൽ ഭ്രാന്ത് പിടിക്കും. അവൻ സ്വയം പറഞ്ഞു ഒരു മാറ്റത്തിനായി പുറത്തുപോയി ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. ഷർട്ടിട്ട് ബൈക്കും എടുത്ത് പുറത്തേക്ക് പോയി. കൊച്ചിയിലെ ഉച്ചനേരത്തെ തിരക്കിലൂടെ ബൈക്ക് ഓടിച്ചു പോകുമ്പോഴും ആ ഹോട്ടലിൽ ഇരുന്ന് പൊറോട്ടയും ബീഫും കഴിക്കുമ്പോഴും അവന്റെ ചിന്ത മുഴുവൻ വൈകുന്നേരത്തെ ചായയെക്കുറിച്ചായിരുന്നു. ആ കൂടിക്കാഴ്ചയെക്കുറിച്ചായിരുന്നു. ലീല ചേച്ചിയെ വീണ്ടും കാണുന്നതിനെ കുറിച്ചായിരുന്നു. പുറത്തെ ലോകം അവൻ്റെ ഒരു ശ്രദ്ധാമാറ്റവും നൽകിയില്ല. അവൻ എത്രയും പെട്ടെന്ന് മുറിയിലേക്ക് തിരികെ എത്തി. കട്ടിലിൽ മലർന്നു കിടന്നുകൊണ്ട് അവൻ ഫോണിൽ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, സുഹൃത്തുക്കളുടെ പോസ്റ്റുകളും റീലുകളും മാറി മാറി വരുന്നു. പെട്ടെന്നാണ് അവന്റെ ഒരു സുഹൃത്ത് അമ്മയോടൊപ്പമുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തത് അവൻ കണ്ടത്. ആ പ്രൊഫൈലിൽ അവൻ വെറുതെ കയറി നോക്കി. കുറച്ച് ഫോട്ടോകൾ, ബന്ധുക്കളുടെ കമന്റുകൾ. അപ്പോഴാണ് മനുവിന്റെ മനസ്സിൽ ഒരു മിന്നായം പോലെ ആ ആശയം ഉദിച്ചത്. ലീല ചേച്ചിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാകുമോ? സാധ്യത വളരെ കുറവാണെന്ന് അവൻ അറിയാമായിരുന്നു. ഈ പ്രായത്തിലൊക്കെ ഉള്ള മിക്ക സ്ത്രീകളും ഫേസ്ബുക്കിലാണ് കൂടുതലും സജീവം. എങ്കിലും ഒരു കൗതുകത്തിന് അവൻ ഇൻസ്റ്റാഗ്രാം സെർച്ച് ബാറിൽ ലീല ജോയ് എന്ന പേര് സെർച്ച് ചെയ്തു. നിരവധി പ്രൊഫൈലുകൾ വന്ന് അവൻ ഓരോന്നായി ക്ഷമയോടെ പരിശോധിച്ചു. ഒടുവിൽ അവൻ അത് കണ്ടെത്തി. ഏകദേശം 5-6 വർഷം പഴക്കമുള്ള ഒരു ഫോട്ടോയായിരുന്നു പ്രൊഫൈൽ പിക്ചർ. ഒരു സാരി എടുത്ത് മുല്ലപ്പൂ ചൂടി നിൽക്കുന്ന ലീല ചേച്ചി. ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ചുകൂടി മെലിഞ്ഞിട്ടാണ്. പക്ഷെ ആ ചിരിക്കൊരു മാറ്റവുമില്ല. പ്രൊഫൈൽ പ്രൈവറ്റ് ആയിരുന്നു. ഒരു നിമിഷം അവൻ സംശയിച്ചു നിന്നു. ഒരു ഫോളോ റിക്വസ്റ്റ് അയച്ചാൽ ശരിയാകുമോ? അതൊരു കടന്നുകയറ്റമായി അവർക്ക് തോന്നുമോ? ഈ പയ്യൻ എന്നെ തിരഞ്ഞു പിടിച്ച് വരുന്നതാണല്ലേ എന്ന് കരുതുമോ? പക്ഷെ ഇന്ന് രാവിലെ തനിക്ക് നേരെ നീണ്ട ആ നോട്ടവും പുഞ്ചിരിയും അവന് ധൈര്യം നൽകി. നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അവൻ വിരലമർത്തി ആ നീല നിറത്തിലുള്ള ഫോളോ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. റിക്വസ്റ്റഡ്. ഇപ്പോൾ അവന്റെ ഹൃദയമിടിപ്പ് വീണ്ടും കൂടി. ഇനി അവരുടെ പ്രതികരണത്തിനായി കാത്തിരിക്കണം. അവർ റിക്വസ്റ്റ് കണ്ടു കാണുമോ? കണ്ടാൽ സ്വീകരിക്കുമോ അതോ നിരസിക്കുമോ? ഓരോ നോട്ടിഫിക്കേഷൻ ശബ്ദം കേൾക്കുമ്പോഴും അവൻ ഞെട്ടലോടെ ഫോണിലേക്ക് നോക്കി. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞു കാണും. അവന്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ലീല ജോയ് അക്സെപ്റ്റഡ് യുവർ ഫോളോയിങ് റിക്വസ്റ്റ്. അവന്റെ മുഖത്തൊരു വലിയ ചിരി വിടർന്നു. ശരീരത്തിലൂടെ ഒരു സന്തോഷത്തിന്റെ തരംഗം പാഞ്ഞുപോയി. അതൊരു സമ്മതമാണ്. തന്റെ താല്പര്യത്തെ അവരും അംഗീകരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന. അവൻ വേഗം അവരുടെ പ്രൊഫൈൽ തുറന്നു. പ്രതീക്ഷിച്ചതുപോലെ അധികം പോസ്റ്റുകൾ ഒന്നുമില്ല. കുറച്ച് പൂക്കളുടെ ചിത്രങ്ങൾ, അവർ നട്ടുപിടിപ്പിച്ച പച്ചക്കറിത്തോട്ടത്തിന്റെ ഫോട്ടോ, എവിടെയോ യാത്ര പോയപ്പോൾ എടുത്ത ഒരു ചിത്രം, പിന്നെ ജോയിച്ചേട്ടനോടൊപ്പമുള്ള പഴയ ഒരു ഫാമിലി ഫോട്ടോയും. ഓരോ ചിത്രവും അവൻ സൂക്ഷിച്ചു നോക്കി. അത് അവരുടെ സ്വകാര്യ ലോകത്തേക്കുള്ള ഒരു താക്കോൽ പോലെ അവന് തോന്നി. ഇനി എന്ത് ചെയ്യണം? വെറുതെ ഫോളോ ചെയ്താൽ മതിയോ? അതോ ഒരു മെസ്സേജ് അയക്കണോ? രണ്ടാമതൊന്നും ആലോചിക്കാതെ അവൻ മെസ്സേജ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഹായ് ചേച്ചി, റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതിന് നന്ദി. ഒരു സാധാരണ മെസ്സേജ്. പക്ഷേ ആ സ്മൈലിയിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു. മറുപടിക്കായി കാത്തിരുന്നു. അധികം വൈകിയില്ല. മുകളിൽ ടൈപ്പിംഗ് എന്ന് എഴുതി കാണിച്ചു. ഞാൻ കണ്ടിരുന്നു. മോനായിരിക്കുമെന്ന് തോന്നി. സാധാരണ പരിചയമില്ലാത്തവരെ ഞാൻ ചേർക്കാറില്ല. ആ മറുപടി മനുവിന് ഒരുതരം പ്രത്യേക പരിഗണന കിട്ടിയ പോലെ തോന്നി. അതൊരു നല്ല തുടക്കമായിരുന്നു. അതെയോ, ഭാഗ്യം. ഇവിടെ ഇരുന്ന് വെറുതെ സമയം കളയുക ചേച്ചി. ഉച്ച കഴിഞ്ഞ സമയം പോകുന്നതേ ഇല്ല. അവൻ തന്റെ കാത്തിരിപ്പും മുഷിപ്പും ആ വാക്കുകളിൽ ഒളിപ്പിച്ചു. ലീല ചേച്ചിക്ക് അത് മനസ്സിലാകുമെന്ന് അവൻ ഉറപ്പായിരുന്നു. അതെന്താ അങ്ങനെ? ചെറുപ്പക്കാർക്ക് സമയം പോകാൻ എന്താ വഴിയില്ലാത്തത്? ഫോണിൽ ഓരോന്ന് കണ്ട് നേരം കളഞ്ഞാൽ പോരെ? അതൊരു ചെറിയ കളിയാക്കലായിരുന്നു. ഫോണിൽ എന്തൊക്കെ കണ്ടാലും ചേച്ചി തരാമെന്ന് പറഞ്ഞ ചായയുടെ അത്രയും വരില്ലല്ലോ അതൊന്നും. അവൻ കുറച്ചുകൂടി ധൈര്യം സംഭരിച്ച് മറുപടി അയച്ചു. അതിനെന്താ, വൈകുന്നേരം വാ, ഒരു 5:30 മണിയാകുമ്പോൾ വന്നാ മതി. ജോയി ചേട്ടൻ അപ്പുറത്തെ ആയുർവേദ ആശുപത്രിയിൽ പോകണം. നടുവേദനയുടെ ഒഴിച്ചിലിന്. അത് അങ്ങേർക്ക് ഇടയ്ക്കുള്ളതാ. ഇടയ്ക്ക് നടുപണി മുടക്കും. പിന്നെ ഈ തിരുമാമ്പോക്ക. ഇന്നത്തെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? നിങ്ങളെല്ലാവരും എൻ്റെ എല്ലാ സ്റ്റോറിയും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.
നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക് ഇതുപോലെ പുതിയ പുതിയ സ്റ്റോറികളുമായി എത്താൻ. അതുപോലെ തന്നെ ഇന്നത്തെ സ്റ്റോറി ഇനി എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? പെട്ടെന്ന് തന്നെ എൻ്റെ ടെലിഗ്രാം ചാനൽ രതി 2.0 വന്ന് മെസ്സേജ് അയച്ചോളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു സർപ്രൈസ് ഓഫറുണ്ട്. മെസ്സേജ് അയക്കുമ്പോൾ ഓഫർ വേണ്ടവർ അതുകൂടെ ചോദിച്ചാൽ മതി. പിന്നെ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. വേറെ ഒരുപാട് നല്ല അടിപൊളി സ്റ്റോറികൾ വേറെയും ഉണ്ട്. അപ്പോൾ മറ്റൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.